എല്ലാവർക്കും നമസ്കാരം. CSIR നെറ്റ് ലൈഫ് സയൻസ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു വാർത്ത കേട്ടിരിക്കും. CSIRൻ്റെ JRF നെറ്റ് എക്സാമിനേഷൻസ് എല്ലാം തന്നെ ജൂൺ 25 മുതൽ 28 വരെ നടത്താനിരുന്ന എക്സാമിനേഷൻസ് എല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ്. അതിന് കാരണം എന്തെന്ന് പരിശോധിച്ചാൽ ഇന്ത്യയെ നടത്തിയിരുന്ന അതായത് നീറ്റ് എക്സാമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ചോദ്യപേപ്പർ ചോർച്ച എന്നുള്ളത് ഭയങ്കര വിവാദമായിരുന്നു. അപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണ് അത് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ നടത്തുന്ന മറ്റ് എക്സാമിനേഷൻസിലും ഇത് ബാധിക്കും. UGC എക്സാം മാറ്റിവെച്ചു, അതുപോലെ ഇപ്പോൾ CSIR എക്സാമിനേഷൻസ് എല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ്. അവിടെ പിന്നീടൊരു ചോദ്യചോർച്ച ഉണ്ടായോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു ട്രസ്റ്റ് ഗെയിൻ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു എന്തായാലും ഈ തീരുമാനം നന്നായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാൽ വിദ്യാർത്ഥികൾക്കൊരു ടെൻഷൻ ഉണ്ടാവും. കാരണം അവർ പ്രിപ്പയർ ചെയ്തിരുന്നതാണ് ഈ എക്സാമിനേഷൻ. ഇനി ഒരു അടുത്ത സൈക്കിളിലാണ് അവർക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇനി എപ്പോഴാണ് അടുത്ത എക്സാം എന്നതിനെക്കുറിച്ച് അവർക്ക് അറിയില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ നെറ്റ് അതുപോലെ തന്നെ JRFിന് നമുക്ക് ഏജ് ലിമിറ്റ് ഉണ്ട്. JRFിന് അല്ലേ, ആ ഏജ് ലിമിറ്റ് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല ഇതുണ്ടായത്. ഇപ്പോൾ CSIRൻ്റെ തന്നെ പ്രശ്നമായതുകൊണ്ട് തന്നെ അടുത്ത ഒരു തവണത്തേക്ക് എന്തായാലും ഏജ് റിലാക്സേഷൻ അവർ തരും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇനി ഒരു അടുത്ത എക്സാം പലപ്പോഴും ഈ CSIR ചെയ്തിട്ടുണ്ട്. അടുത്ത എക്സാം എന്ന് പറയുന്നത് ഡിസംബറിൽ ഒരു സൈക്കിൾ വരേണ്ടതാണ്. ചിലപ്പോൾ ഓഗസ്റ്റിൽ നടത്താൻ പറ്റിയില്ലെങ്കിൽ ഈ എക്സാം മിക്കവാറും ഓഗസ്റ്റും ജൂണും ഡിസംബറും കൂടി ചേർന്ന് ഡിസംബറിലായിരിക്കും ചിലപ്പോൾ നടത്തുക. അത് നമുക്കറിയില്ല. എന്തായാലും നിങ്ങൾ CSIRൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, അതിൽ നിന്നുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് നേടാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ സമയമുണ്ട്, ആ സമയത്തിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ സബ്ജക്റ്റ് നോളജ് ഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും CSIR നെറ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നമ്മുടെ ഒരു സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു നോളജ് അക്വയർ ചെയ്യാനുള്ള ഒരു ശ്രമം കൂടി ഉണ്ടാവുക. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വീഡിയോകൾ നമ്മൾ ചാനൽ ചെയ്യാൻ ശ്രമിക്കാം. കുറച്ച് തിരക്കുള്ളതുകൊണ്ടാണ് വീഡിയോകളൊന്നും ഇടാതിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം.